ഈ വീഡിയോ എടുക്കുമ്പം ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയോടടുത്തു കേട്ടോ. പക്ഷേ ആ ചുറ്റുപാടും ആ സൂര്യനെ ഒക്കെ നോക്കിക്കേ. അത് രാവിലെ നേരം പുലരുമ്പോൾ എടുത്ത വീഡിയോ പോലെ തോന്നില്ലേ? അതാണ് കൊടൈക്കനാൽ. എപ്പോഴായാലും ഏത് ടൈമായാലും ഇതേ വൈബാണ്. കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി ക്യാരംസ് കളിച്ചു. പിന്നെ ഈ റിസോർട്ടൊക്കെ ഒന്ന് മുഴുവൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കൊടൈക്കനാലിലോട്ട് ട്രിപ്പ് പോയത്. അരോമ റെസ്റ്റോറൻറ്റിലാണ് വന്നത്, ഓഫ് കൊടൈ. ഞങ്ങൾ എന്തെല്ലാം കഴിക്കണം എന്നുള്ള ചിന്തിക്കുകയാണ്. ഇവിടെ മീൽസൊക്കെ ഉണ്ട്. ഞാൻ മീൽസാണ് പ്രിഫർ ചെയ്യാറ്. ഇന്നലെ ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു, അത്ര ഇഷ്ടപ്പെട്ടില്ല. മീൽസ് ആകുമ്പോൾ പിന്നെ എല്ലാ നാട്ടിലും ഒരുപോലെ അല്ലേ. അവർക്ക് ഭയങ്കര ഡിസ്കഷനിലാണ്. നമുക്കിവിടെ മെനു കിട്ടിയിട്ടുണ്ട്. മെനുവിൻ്റെ ആവശ്യം എനിക്കില്ല. സോ എന്തൊക്കെ കിട്ടുന്ന നോക്കട്ടെ. വെജ് മീൽസ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ലഞ്ച് വലിയ തിരക്കേടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ കൊടൈക്കനാലൊക്കെ ഒന്ന് കാണാൻ വേണ്ടി 4 പേരും കൂടി കാറിൽ അങ്ങനെ യാത്ര തുടങ്ങി. ഇപ്പം ഏകദേശം വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിക്കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും മോർണിംഗ് ഒക്കെ എന്ത് ചെയ്തെന്ന്. മോർണിംഗ് ഒക്കെ നമ്മൾ റിസോർട്ടിലൊക്കെ പോയി റിസോർട്ടൊക്കെ ചുറ്റും കണ്ടു. ഒരുപാട് ടൈം അവിടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. വൈകുന്നേരം 5 മണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ടെമ്പറേച്ചർ 10-ൽ താഴെയായിട്ട് വരുന്നത്. നമുക്കിതാ ദൂരെ കാണാൻ പറ്റും. മൂടൽ മഞ്ഞും സൺസെറ്റും എല്ലാം ആസ്വദിച്ച് ഞങ്ങളങ്ങനെ ഒരു 2-3 മണിക്കൂർ മുഴുവൻ ഡ്രൈവ് ചെയ്തു. ഈ കൊടൈക്കനാലിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൃത്തിയില്ല. എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക്കും ചപ്പും ചവറുകളും മാത്രമായിരുന്നു. എൻ്റെ ഈ വീഡിയോയിൽ നല്ല വശങ്ങൾ മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. ഇതൊരു പാട്ടാ. ഞങ്ങൾ കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങളിങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നടക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ ഇന്നലെ വാങ്ങി. വേറെ ഒന്നും വാങ്ങുന്നില്ല. ഇവിടെ ഭയങ്കര തണുപ്പാണ്. 12 ഡിഗ്രിയാണ്. എന്നിട്ട് കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തോട് നടക്കുകയാണ്. ഇവിടെ ലേക്കാണ്. ഈ ലേക്കിൻ്റെ സൈഡിലാണ് ഷോപ്പിംഗ് ഒക്കെ ഉള്ളത്. തണുത്തിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട് ഹോട്ടലിൽ. പറ്റെങ്കിൽ അവിടെ നിന്ന് കയറണം. ഇത് ലേക്കിൻ്റെ ഭാഗമാണ് കേട്ടോ. ഓപ്പോസിറ്റ് വരുന്നത് ലേക്കും ഇവിടെ കിടക്കണം.